ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സന്തോഷ വാർത്തകൾ? സന്തോഷകരമായ മെസ്സേജ് ഇന്ന് എന്താണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ 7 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. Three of Wands, Five of Wands, Knight of Wands, Nine of Wands, Knight of Pentacles, Knight of Swords, King of Cups, The Lovers. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 3 ആണ്. നമുക്കിവിടെ ഒറാക്കിൾ കാർഡ്സ് എടുക്കാവേ. ലേസിനെസ്, ഇന്നസെൻസ്, ഫ്രണ്ട്ലിനെസ്, ട്രാൻസ്ഫോർമേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, സപ്രഷൻ. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കറേജ് ആണ്. ഇവിടെ പലർക്കും കുറച്ചുകൂടിയൊക്കെ കറേജ് വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഒരുപാട് പേർക്ക് നല്ല ഒരു ആത്മബലം ലഭിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് കാണുന്നത്. കാരണം കൂടുതലായിട്ട് സ്പിരിച്വൽ അവേക്കണിങ് വന്നിട്ടുണ്ട്, സ്പിരിച്വൽ എനർജി വന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് എന്ന് ഇവിടെ സ്പഷ്ടമാണ്. മനസ്സിലായില്ലേ? ഇവിടെ അതുപോലെ തന്നെ 3 ആണ് വന്നിരിക്കുന്നത്. പലരുടെയും മനസ്സിൽ പേടിയും ഭയവും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മാറി കിട്ടുന്ന ഒരവസ്ഥയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 6 ഓഫ് സോർഡ്സ് ആണ്. കണ്ടില്ലേ? ഇവിടെ ഇത് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു പേടി കണ്ടോ? നിങ്ങൾക്കിപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകുന്നുണ്ട്. നിങ്ങളോടൊപ്പം മറ്റുള്ളവരെല്ലാവരും ഉണ്ട്. എല്ലാ ആൾക്കാരും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉണ്ട്. നിങ്ങളുടെ ഈ നെഗറ്റിവിറ്റിയിൽ നിന്നും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് കൂടെയുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ക്വീൻ ഓഫ് സോർഡ്സ് കണ്ടില്ലേ? നിങ്ങൾക്ക് നല്ലൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഒരുപാട് ഉയർച്ചയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത്. അതായത് ഇൻഡിപെൻഡൻ്റ് ആവുന്നു, ഫ്രീഡം കിട്ടുന്ന അവസ്ഥ. ഒരുപാട് പേർ നിങ്ങൾക്ക് ചുറ്റിനും നിങ്ങളെ സ്നേഹിക്കാനുണ്ടാകുന്നു. നിങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരവസ്ഥ ഇപ്പോൾ വന്നിരിക്കുന്നു. അതിനുള്ള ഒരു സാഹചര്യമായിരിക്കുന്നു. നിങ്ങൾക്ക് ജോലി കിട്ടാനും മറ്റ് എന്തിനെങ്കിലും ഒക്കെയോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികത്തിന് വേണ്ടിയുള്ള പരിശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ അതൊക്കെ ഇവിടെ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ? എല്ലാത്തിനെയും ഇവിടെ കടന്നു പോകുന്ന, എല്ലാ ദുഃഖങ്ങളെയും കടന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കുറച്ചൊക്കെ പേടിയൊക്കെ അനുഭവിച്ചാൽ പോലും തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ 7 ഓഫ് കപ്സ് ആണ്. നല്ല പോലെ ഭാഗ്യമുണ്ട്. ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗോൾഡ് വേണോ, എന്താണോ വേണ്ടത്, സാമ്പത്തികം വേണോ, എന്തൊക്കെയോ വേണോ, അതൊക്കെ നിങ്ങളുടെ മുൻപിൽ എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ത്രീ ഓഫ് വാൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. എന്തോ ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു ലക്ഷ്യം നിറവേറാനുള്ളത്, അല്ലെങ്കിൽ അത് നിറവേറി കിട്ടാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ആരെങ്കിലും പിരിഞ്ഞു പോയിട്ടുള്ളവർ നിങ്ങളുടെ പാർട്ട്ണറെ തിരക്കിയിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ പാർട്ട്ണറെ തിരക്കിയിരിക്കുന്നു, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ത്രീ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഒരേ ഒരു ചിന്തയിൽ മാത്രം ഇങ്ങനെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു. അത് വരും, വരാതിരിക്കില്ല. ചിലപ്പോൾ കരിയർ സംബന്ധമായ കാര്യങ്ങളിലാവാം. അതല്ല എങ്കിൽ മറ്റ് ആരെങ്കിലും നിങ്ങളെ കാണാൻ വരുന്ന ഒരു എനർജി ആവാം. അല്ല എങ്കിൽ നിങ്ങൾ ഏതിലാണോ പ്രതീക്ഷ ഇപ്പോൾ വളരെ വളരെ കൂടുതലായിട്ട് സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നത്, അതിനായിട്ട് നിങ്ങൾ പ്രയത്നിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു, നിങ്ങളുടെ എനർജി മുഴുവൻ വേസ്റ്റാക്കി കാത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിലേക്ക് അത് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെയുള്ളത്. കാരണം ഇവിടെ എന്താണ്, ഇവിടെ കോംപ്രമൈസാണ്, ഇവിടെ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കാത്ത് വരുന്നു എന്നുള്ളതാണ്, നിങ്ങളെ കാണാൻ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കും. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ആൾക്കാരുടെ ഒരു റെക്കൺസിലേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ മാര്യേജ് നടക്കുന്നു, എന്തെങ്കിലുമൊക്കെ കൂടിച്ചേരാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലേസിനെസ് ആണ് ഫൈവ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഫൈവ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ വാക്കുതർക്കങ്ങളാണ്. ഈ ഒരു ലേസിനെസ് ജോലി ചെയ്യാനുള്ള മടി കാരണം എല്ലാം കൊണ്ട്, പക്ഷേ എന്തെങ്കിലും ഒന്ന് പ്രയത്നിച്ച് മുന്നോട്ട് വരാനങ്ങ് ഭയങ്കരമായിട്ട് മടി വിചാരിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും മടി വിചാരിച്ചിരിക്കാൻ പാടില്ല. ആ മടി നിങ്ങളെ ഒരുപാട് തളർത്തുന്നതാണ്. മനസ്സിലായില്ല? നിങ്ങളെ ഉയരങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു വരവിനെ തടഞ്ഞു നിർത്തുന്നതാണ് മടി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം. കണ്ടില്ലേ, ഇവിടെ ഉയരങ്ങളിലേക്ക് വരണം. ഫൈവ് ഓഫ് വാൻസിന്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഉയരങ്ങളിലേക്ക് വരണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ ഇവിടെ ലേസിനെസ് ആണെങ്കിൽ, മടിയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? വരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എനർജറ്റിക് ആയിരിക്കണം. മടി എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, അത് കടന്നുകൂടി, അത്തരം ഒരു വികാരം നിങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടോ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതെനിക്ക് എൻ്റെ അധപതനത്തിനുള്ളതാണ് ഇത്. അതുകൊണ്ട് ഞാൻ ഇനി വർക്ക് ചെയ്യാൻ, പ്രവൃത്തിയിലേക്ക് ഉണരാൻ പോകുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതിയാവും. ഞാൻ എൻ്റെ പ്രവൃത്തിയിലേക്ക് കടക്കാൻ പോകുന്നു, എനിക്കിഷ്ടം പോലെ ജോലികൾ ചെയ്യാനുണ്ട്, എനിക്ക് ഒരു നിമിഷം പോലും എനിക്കിവിടെ കളയാനില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വളരെയധികം ജാഗരൂകരാവുക എന്നാണ് ഇവിടെ പറയുന്നത്. ഉണർന്ന് പ്രവർത്തിക്കൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നസെൻസ് ആണ്. ജീവിതം വെറുതെ നിഷ്കളങ്കമായ ഒരു സ്നേഹം ഉള്ളിലുണ്ടായിരിക്കണം. അതാണ് ഇവിടെ ഫ്രണ്ട്ലിനെസ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഈ ഒരു വ്യക്തി ഇല്ലാതെ നിഷ്കളങ്ക സ്നേഹമാണ്. ആ കൂട്ടുകാർ ഇല്ലാതെ ഒറ്റ സുഹൃത്തിനെ തിരക്കിയിരിക്കുന്ന എനർജി. ഈ ഒരു ഒറ്റ സുഹൃത്ത് ഇല്ലാതെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകില്ല. പരസ്പരം സ്നേഹിച്ച കൂട്ടുകാരാണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഇല്ലാതെ ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ ഉള്ളത്. അതാണ് നിഷ്കളങ്കമായ ഒരു സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്തത്. മനസ്സിലായില്ല? നിഷ്കളങ്കത മാറ്റിക്കഴിഞ്ഞാൽ, ഇവിടെ ഒറ്റയ്ക്ക് ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ കറേജാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ധൈര്യം കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, തീർച്ചയായിട്ടും ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മുന്നോട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും. പക്ഷെ ധൈര്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഒരാൾ കൂടെ തന്നെ വേണം. അങ്ങനെ പരസ്പരം ഇവിടെ കോംപ്രമൈസ് ചെയ്ത് പോകണം. ഒരു ലൈഫാണെങ്കിൽ തന്നെയും അവിടെ എന്താണ്, റിലേഷൻഷിപ്പിലായാലും കോംപ്രമൈസ് ചെയ്തു പോകണം. പാർട്ട്ണർഷിപ്പ് ചേർന്ന് പോവുക, അനുരഞ്ജനത്തിലൂടെ പോവുക. എല്ലാം പരസ്പരം പറഞ്ഞും പരസ്പരം സ്നേഹിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെയുള്ള ലൈഫാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരാൾക്ക് ഒരാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം സ്നേഹിച്ച ചില വ്യക്തികളുടെ തിരിച്ചുവരവാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായില്ലേ? നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ നിന്നും ഇവിടെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇവിടെ അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. നൈൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഇവിടെ വളരെയധികം ആവേശത്തോടു കൂടി വരികയാണ്. എന്തിനാണ്? ഇവിടെ ഒന്ന് ചേരാനുള്ള എനർജി. കണ്ടില്ലേ, ഇവിടെ പിരിഞ്ഞു പോയവർ ഒന്ന് ചേരുന്നു എന്ന് പറഞ്ഞില്ലേ, ഇവിടെ വരുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻസ് വളരെയധികം ആവേശത്തോടു കൂടി എവിടെ നിന്നാവാം, ചിലപ്പോൾ കുറച്ച് ദൂരെയാവാം നിങ്ങളുടെ പാർട്ട്ണർ. അങ്ങനെയുള്ള
ഒരാൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവർ തമ്മിൽ കുറച്ച് നാൾ കൊണ്ട് ഇവിടെ കണക്ഷൻ ഇല്ലാതെ ഇരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ ഇരുന്നിരുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. ഇപ്പോൾ അവരില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ അവർക്കും ഒറ്റയ്ക്ക് വയ്യ, പറ്റുന്നില്ല. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവരെത്രയും പെട്ടെന്ന് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെയോ ആക്ഷൻ എടുത്ത് നിങ്ങൾ പലരും മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 9 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടി ഇവിടെ ഉള്ള കാത്തിരിപ്പ്? ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി എങ്കിലും സാധ്യമാകണം. 9 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങളിലുള്ള കാത്തിരിപ്പാണ് ഇവിടെ. സാമ്പത്തികപരമായി കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കാം. മറ്റു കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ സാമ്പത്തികം കൂടെ വന്നു ചേരണം. അതിനായിട്ടുള്ള ഒരു കാത്തിരിപ്പ് ഇവിടെ ഉണ്ട്. 8 ഓഫ് പെന്റക്കിൾസ് കണ്ടില്ലേ? ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ സാമ്പത്തികം കുറച്ച് സ്റ്റക്കായാൽ പോലും, ചിലപ്പോൾ സാമ്പത്തികം ഇടയ്ക്കൊന്ന് സ്റ്റക്കാവുന്ന ഒരു അവസ്ഥ ചിലർക്ക് കാണുന്നുണ്ട് ഇവിടെ. അങ്ങനെ സാമ്പത്തികം ഒന്ന് സ്റ്റക്കായാൽ പോലും ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് നിങ്ങൾക്ക്. നിങ്ങളിലേക്ക് നല്ല ഒരു മാറ്റം വരുന്നുണ്ട്. കാരണം ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒരുപാട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് മറ്റുള്ളവരെ. അപ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് വന്നു കഴിയുമ്പോൾ തന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം വരുന്നുണ്ട്. ഇവിടെ പ്രതീക്ഷിച്ച ആൾക്കാർ ഇവിടെ വന്നു ചേരുന്നുണ്ട്. അതിനായിട്ട് ഇവിടെ ആക്ഷൻ എടുക്കുന്നുണ്ട് മുന്നോട്ട്. അപ്പോൾ എന്താണോ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത്, ഇവിടെ ഒരു മാറ്റത്തിനുള്ള പ്രതീക്ഷയായിരിക്കാം. അപ്പോൾ ആ ഒരു മാറ്റം ഇവിടെ വരുന്നുണ്ട്. പുതിയതായിട്ട് വീണ്ടും ഒരു ലൈഫിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ സാമ്പത്തികമായ എനർജി സ്റ്റക്കായിട്ടിരുന്നു എങ്കിൽ ഇനി അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ആവാം. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാനുള്ളത് ഒക്കെ നോക്കിയിരുന്നിട്ട് കിട്ടാത്ത ഒരവസ്ഥയല്ലേ. പക്ഷെ ഇനിയും അതിൻ്റേതായ ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരും. നൈറ്റ് ഓഫ് സോഡ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാനുള്ള ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവാം. ഒരു മെസ്സേജ് വരാനോ, ഒരു കാൾ വരാനോ, കരിയർ സംബന്ധമായ കാര്യത്തിലാവാം, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളിലാവാം, അല്ല എങ്കിൽ മറ്റാരെങ്കിലും വ്യക്തികളെ ആവാം, അല്ലെ എന്തൊരു സാഹചര്യമായാലും അവിടെ നിങ്ങൾക്കതിൽ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാൻ സാധിക്കും. കാരണം ആ ഒരു എനർജി പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ എല്ലാവരെയും മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. കുറച്ച് കറേജ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. കണ്ടില്ലേ? ഇവിടെ ഈ ഒരു കറേജ് നിങ്ങളിലേക്ക് ഒരുപാട് പേരിലേക്ക് വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ സപ്രഷനാണ്, അടിമത്തം അനുഭവിക്കുകയാണ്. കാരണം മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരിക വേണം. കാരണം കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ളവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ മറ്റുള്ളവരുടെ അടിമയായി കഴിയേണ്ട ഒരവസ്ഥ വരില്ല. ആൾക്കാരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താണ്, ആ അടിമത്തം അവിടെ ഉപേക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനുള്ള ഒരു ബുദ്ധി ദൈവം തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്കാണ്. ഏതൊരു കാര്യത്തിലും ഇവിടെ ദൈവികമായ ഒരു എനർജിയാണ്. മനസ്സിലായോ? കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുണ്ട് ചിന്താഗതികളെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികളിലൂടെ തീർച്ചയായിട്ടും സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, പ്രപഞ്ചത്തെ മനസ്സിലാക്കി, ആൾക്കാരെ മനസ്സിലാക്കി മുന്നോട്ട് വരുമ്പോൾ തന്നെ നല്ല ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളിലേക്ക് ഇവിടെ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ദൈവികമായ എനർജിയാണിത്. ദൈവികമായ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതാണ് ഇവിടെ ഈ ഒരു മാറ്റത്തിന് കാരണം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ മെസ്സേജ് എടുക്കാതെ 2 എണ്ണം നോക്കാം. മെസ്സേജ് സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഗൊറില്ലയാണ്. ഗൊറില്ല നിങ്ങൾക്കറിയാമല്ലോ. ടേക്ക് ദ ടൈം ടു ലിസൺ കമ്പാഷനേറ്റ്ലി ടു ദോസ് യു ലവ്, എസ്പെഷ്യലി യുവർ ഫാമിലി മെമ്പേഴ്സ്. ടേക്ക് ദ ടൈം ടു ലിസൺ കമ്പാഷനേറ്റ്ലി. നിങ്ങളോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അത് അനുകമ്പാപൂർവം ശ്രദ്ധിച്ച് കേൾക്കാൻ കൂടെ ശ്രമിക്കണം.
മനസ്സിലാവും. അതിനായിട്ടൊരു സമയം കണ്ടെത്തണം. ഇപ്പോൾ നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നു, നിങ്ങളുടെ വീട്ടിലുള്ളവരാരായാലും, വീട്ടുകാർ ആരെങ്കിലും, നിങ്ങളുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാർ നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങൾ അതിനെ അവിടെ ഉപേക്ഷിക്കാൻ പാടില്ല. എങ്കിൽ കെയർലെസ് ആവരുത്. അവിടെ വളരെയധികം ശ്രദ്ധയോടുകൂടി അനുകമ്പയോടുകൂടി അത് കേൾക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചില വീട്ടിലുണ്ട് ആരെങ്കിലും കുട്ടികൾ എന്തെങ്കിലും പറയാൻ വന്നു കഴിഞ്ഞാൽ നീ പോടി എന്നൊക്കെ പറഞ്ഞ് തട്ടി അവരെ അങ്ങ് വിടും. അവരുടെ മനസ്സിൽ നിരാശയായി അവർ പിന്നെ ഒന്നും പറയാൻ വരില്ല. വീട്ടുകാരായാലും ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിലായാലും നിങ്ങളുടെ ഇടയിലായാലും എന്തെങ്കിലും ഒന്ന് പറയാൻ വരുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാൻ നിൽക്കില്ല. മറ്റൊരാൾക്കത് ക്ഷമയില്ല. അത് തന്നെ കാര്യം. പക്ഷെ നിങ്ങളിവിടെ ക്ഷമയോടുകൂടി അനുകമ്പയോടുകൂടി അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം സുദൃഢമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. നിയമം, ദിസ് ഈസ് എ ഗുഡ് ടൈം ടു ഗോ ഓൺ എ ന്യൂ അഡ്വെഞ്ചർ. കണ്ടില്ലേ, ഇവിടെ പുതിയൊരു സാഹസിക യാത്ര നിങ്ങൾ തുടങ്ങുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ചില കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടി, എന്തെങ്കിലും വർക്ക് തുടങ്ങാനായിട്ട് നിങ്ങൾ കുറച്ച് സമയം കാത്തിരുന്നു, അല്ലെങ്കിൽ നാളെയാട്ടെ മറ്റന്നാളാട്ടെ എന്നൊക്കെ നിങ്ങൾ പേടിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടാവാം. എനിക്കത് ശരിയാവില്ല, സക്സസ് ആവില്ല, അല്ലെങ്കിൽ അവിടെ ഒരു യാത്ര പോകണം, അത് ശരിയാവില്ല, സക്സസ് ആവില്ല, ഇങ്ങനെ വല്ലതുമൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഒരു നല്ല സമയമാണ് ഇപ്പോൾ എന്ന് കാണുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ സമയം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ തന്നെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം വളരെ നല്ലതാണ് എന്നാണ് ഇവിടെ പറയുന്നത് പുതിയ സാഹസിക യാത്രയ്ക്ക്. മനസ്സിലായോ? ഇനി നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് നോക്കാം. നോട്ട് ദ റൈറ്റ് ടൈം. ഇനി നിങ്ങൾക്ക് മനസ്സിൽ തോന്നുകയാണ് നോട്ട് ദ റൈറ്റ് ടൈം, എൻ്റെ സമയം ശരിയല്ലേ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ മുൻപോട്ട് ആക്ഷൻ എടുത്തോണം. അങ്ങനെ വിചാരിച്ചിരിക്കാൻ പാടില്ല. സമയം ഇപ്പോൾ നല്ലതല്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട. അല്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ സാഹസിക യാത്രയ്ക്ക് നല്ല സമയമാണ് എന്ന്, അല്ലേ? നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഇപ്പോൾ സമയം മോശമാണെന്ന് തോന്നി നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നതിന് ഇപ്പോൾ സമയം നല്ലതാണ്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പറയുന്നത്. യെസ്, അതെ, ശരി തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടോ അതിനുവേണ്ടി നിങ്ങൾക്കിപ്പോൾ തുടങ്ങി വയ്ക്കാൻ പറ്റിയ സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ബിഗ് ഹാപ്പി ചേഞ്ചസ് നിങ്ങളിലേക്ക് വരുന്നത് കണ്ടില്ലേ? ഇവിടെ നിങ്ങളിപ്പോൾ ഈ തുടങ്ങുന്ന കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളിപ്പോൾ തുടങ്ങി വയ്ക്കുന്ന കാര്യം, ഇപ്പോൾ വേണ്ട വേണ്ട എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് നിങ്ങളിവിടെ തുടങ്ങി വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് എന്താണ് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്. വളരെ വലിയ മാറ്റങ്ങളാണ്, സന്തോഷകരമായ മാറ്റം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്? അബണ്ടൻസ് ആണ്. നിങ്ങളിലേക്ക് സമൃദ്ധി വരുന്നുണ്ട്. എന്തിൻ്റെ സമൃദ്ധി ആയാലും, സ്നേഹത്തിൻ്റെ സമൃദ്ധി ആവാം, അല്ലെങ്കിൽ ധനത്തിൻ്റെ സമൃദ്ധി, ഫിനാൻസ് കാര്യങ്ങളിലേക്കുള്ള സമൃദ്ധിയുമാകാം. അങ്ങനെ എന്ത് കാര്യമാകാം, ധനത്തിൻ്റെ ആയാലും ഹെൽത്തിൻ്റെ ആയാലും ഇവിടെ മറ്റ് ഏതൊരു കാര്യത്തിലോ ആയാലും അതിൻ്റേതായ സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇതിപ്പരം ഒന്നും വേണ്ടല്ലോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെയധികം സമൃദ്ധി നിറഞ്ഞതാകട്ടെ, വളരെ വലിയ ഐശ്വര്യം നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ എന്ന്, വളരെ വലിയ ഹാപ്പി ചേഞ്ചസ് ഉണ്ടാവട്ടെ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ബിഗ് ഹാപ്പി ചേഞ്ചസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഇതിനെയൊക്കെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറെടുത്തിരിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. മനസ്സിലാകും, നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയെ കാണിക്കുന്നതാണ്. അതോടുകൂടി തന്നെ നിങ്ങളിലേക്ക് ദൈവസ്നേഹം കിട്ടുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.